തിരുവനന്തപുരത്ത് ഇപ്പോൾ വേഗറാണി ആരാണ് എന്നതറിയാൻ പോവുകയാണ് നമ്മൾ. സീനിയർ ഗേൾസ് ഇതാ തയ്യാറെടുക്കുകയാണ്. ഈ മീറ്റിലെ കുട്ടികളുടെ ഒളിമ്പിക്സിലെ വേഗറാണിയാകാൻ ആരാണ് അരയും തലയും മുറുക്കി ട്രാക്കുകളിൽ സജീവമായിരിക്കുന്ന ഈ പെൺകുട്ടികളിൽ ആരാണ് ആ വേഗ പോരാളി? അതാണ് അറിയേണ്ടത്. ജയേഷ്, ആരാണ് സാധ്യത? സുജയ, ഹീറ്റ്സിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. സെക്കൻഡുകൾക്കാണ് തന്നെ നമുക്ക് വിജയിയെ മനസ്സിലാക്കാം. ആദിത്യ അജി തന്നെയാണ് വിജയിയായിരിക്കുന്നത്. മലപ്പുറം നാവാമുകുന്ദ സ്കൂളിലെ ആദിത്യ അജി ഈ മീറ്റിലെ വേഗറാണിയായി. സമയം നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാമെന്ന് തോന്നുന്നു. ആദിത്യ അജി മലപ്പുറം നാവാമുകുന്ദ സ്കൂളിലെ താരമാണ്. സീനിയർ ഗേൾസ് 100 മീറ്റർ ഫൈനലിൽ വിജയി ആദിത്യ, മലപ്പുറത്തിന്റെ ആദിത്യ. വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചു വന്ന മെഡൽ തന്നെയായിരുന്നു. നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കോച്ചസ് എനിക്ക് കൂടെ എല്ലാം ടെൻഷനൊക്കെ മാറ്റി തന്നു. ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പാരൻസ്, കോച്ചസ്, അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. അവർ കാരണം കിട്ടിയ മെഡലാണ്. എനിക്കിത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ 100 ദൂരം എൻ്റെ മെയിൻ എൻ്റെ ഹഡിലാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എൻ്റെ ബെസ്റ്റ് ടൈമാണ്. നാഷണലൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ജൂനിയർ നാഷണൽസ് സെക്കൻഡ് വന്നിരുന്നു 20 വിഭാഗത്തിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല പോലെ ചെയ്യാൻ പറ്റി. പ്രതീക്ഷിച്ച ടൈം വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഹാൻഡ് ടൈം ബെസ്റ്റൊക്കെ വേറെയാണ്. എന്നാലും ഇലക്ട്രോണിക്കലി ഇത് ബെസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. മറ്റൊരു നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും നല്ല കോമ്പറ്റീറ്റേഴ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം ചെയ്യാനും പറ്റി. എൻ്റെ കോച്ചസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ആദ്യം എത്തിയത് ആദിത്യയാണ്. 12.11 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. സുനിഷ, ഈ പ്രവചനവും ഫലിച്ചോ? ജയേഷ് പുകട്ടൂർ, ആദിത്യ വേഗറാണിയായിരിക്കുകയാണ്. രണ്ടാമതെത്തിയത് കോഴിക്കോടിന്റെ ജ്യോതി ഉപാധ്യായാണ്. 12.26 സെക്കൻഡാണ്. എങ്കിലും ആദിത്യക്ക് ആദ്യം മുതൽ തന്നെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നില്ലേ ട്രാക്കിൽ? ഉറപ്പായിട്ടും ഹീറ്റ്സിലേത് സമാനമായ പ്രകടനം തന്നെയാണ് ഫൈനലിലും ആദിത്യ ആവർത്തിച്ചത്. ഹീറ്റ്സിൽ 12.22 സെക്കൻഡിലായിരുന്നെങ്കിൽ അതിനേക്കാൾ മികച്ച സമയം കുറിച്ചുകൊണ്ടാണ് 12.11 സെക്കൻഡിലായിരുന്നു ആദിത്യയുടെ ഫിനിഷിംഗ്. രണ്ടാമതെത്തിയ ജ്യോതി ഉപാധ്യായ കോഴിക്കോടിന്റെ താരമാണ്. 12.26 സെക്കൻഡിലായിരുന്നു ജ്യോതി ഫിനിഷ് ചെയ്തത്. അനന്യ സുരേഷാണ് തിരുവനന്തപുരത്തിന്റെ 3ാം സ്ഥാനത്തെത്തിയത്. 12.42 സെക്കൻഡിലായിരുന്നു അനന്യയുടെ ഫിനിഷിംഗ്. അങ്ങനെ അത്തരത്തിൽ വേഗറാണിയായി മാറിയിരിക്കുകയാണ് ആദിത്യ. മലപ്പുറത്തിന്റെ നാവാമുകുന്ദ സ്കൂളിലെ ആദിത്യ ഈ മീറ്റിലെ സമയത്തിനകം തന്നെ 5 മിനിറ്റിനകം തന്നെ 100 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ 100 മീറ്റർ നടക്കും. ഈ മീറ്റിലെ വേഗരാജാവ് ആരാണെന്നറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. സുനിഷ, വേഗരാജാവിനെ കണ്ടെത്താൻ റാണിയെ കണ്ടെത്തി. ഇപ്പൊ വേഗരാജാവിനെ അല്പസമയത്തിന് തന്നെ കണ്ടെത്താം. ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗസ് ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ അത് ഏറെ കയറുമോ? ഒന്നും എന്തായാലും ഗസ് പറഞ്ഞതല്ലേ അല്ലേ നമ്മൾ. അപ്പോൾ അടുത്തത് പാലക്കാടിനായിരിക്കും അടുത്ത വരുന്ന സ്വർണം എന്ന് തോന്നുന്നു. അതായത് വേഗരാജാവ് 3ാമത്തെ ട്രാക്കിലുള്ള നമ്മുടെ നിവേദ് കൃഷ്ണ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. എൻ്റെ ഒരു ഗസ് മാത്രമാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ തുടങ്ങും. അപ്പോൾ 5 മിനിറ്റിനകം തന്നെ മത്സരം തുടങ്ങും. അപ്പോൾ നമ്മുടെ ആദിത്യ വേഗറാണിയായി. ഇനി ആരാണ് വേഗരാജാവായി മാറുക? അതാണ് അറിയേണ്ടത്. സീനിയർ ആൺകുട്ടികളുടെ 100 മീറ്റർ ഫൈനൽ മത്സരങ്ങൾ 6:20 ആ മത്സരമാകുമ്പോഴേക്ക് നമുക്ക് തിരിച്ചെത്താം ട്രാക്കിലേക്ക്.